നമസ്കാരം. കൊല്ലം എം.എൽ.എ. എം മുകേഷിന് CPM പരിപാടികളിൽ അനൌദ്യോഗിക വിലക്ക് ഇതിനോടകം തന്നെ ഉള്ളതാണ്. പൊതുപരിപാടികളിൽ MLA എന്ന നിലയിൽ പങ്കെടുക്കാമെങ്കിലും പാർട്ടി പരിപാടികളിൽ പങ്കെടുപ്പിക്കുകയോ പാർട്ടി പോസ്റ്ററുകളിൽ മുകേഷിന്റെ പടം ഉൾപ്പെടുത്തുകയോ വേണ്ടെന്നുള്ളതായിരുന്നു പാർട്ടിയുടെ തീരുമാനം. അതേസമയം ഈ തീരുമാനത്തിന് മുന്നിൽ മുകേഷ് MLAക്ക് നേരെ ഉയർന്ന പരാതികളും ആരോപണങ്ങളും ഒക്കെ തന്നെയായിരുന്നു കാരണം. വന്ന് ഇപ്പോൾ ഈ പാർട്ടിക്കുള്ളിൽ പീഡനവീരന്മാരും കൊലപാതകളും ഒക്കെ മാത്രമായി അവശേഷിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണവും മുകേഷ് MLAയുടെ പീഡന പരാതികളും ഒക്കെ തന്നെയാണ് ഇതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണങ്ങൾ. എന്നാൽ എന്ത് നെറുകേട് ചെയ്താലും ഇവരെയൊക്കെ സംരക്ഷിക്കുന്നതാണ് ഈ നയമാണ് പാർട്ടിക്കുള്ളത്. ഇപ്പോൾ ഇതാ CPM സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുമ്പോൾ സ്ഥലം MLA മുകേഷിന്റെ സാന്നിധ്യം ചർച്ചയാകുന്നു. CPM സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് മുകേഷിന് പാർട്ടി നേതൃത്വം അപ്രഖ്യാപിത വിലക്ക് പ്രഖ്യാപിച്ചിരിക്കുകയെന്നാണ് റിപ്പോർട്ട്. നടി നൽകിയ ലൈംഗിക ആരോപണ കേസുമായി ബന്ധപ്പെട്ട് മുകേഷിനെതിരെ തെളിവുകളുണ്ടെന്ന് വ്യക്തമാക്കി പോലീസ് കുറ്റപത്രം നൽകിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് സമ്മേളന വേദിയിൽ എത്തേണ്ടെന്ന നിർദ്ദേശം CPM സ്ഥലം MLAക്ക് നൽകിയത്. പരിപാടികളിൽ മുകേഷിനെ പങ്കെടുപ്പിക്കേണ്ടെന്നും പോസ്റ്ററുകളിൽ പടം വെക്കേണ്ടതില്ലെന്നും പാർട്ടി തന്നെ തീരുമാനിച്ചിരുന്നു. സാധാരണഗതിയിൽ പാർട്ടി സമ്മേളനം നടക്കുമ്പോൾ ജില്ലയിൽ നിന്നുള്ള MLA-മാരെല്ലാം വേദിയിലോ സദസ്സിലോ ഉണ്ടാകാറുള്ളതാണ്. എന്നാൽ കൊല്ലത്ത് സമ്മേളനം നടക്കുമ്പോൾ മുകേഷ് ജില്ലയിലില്ല. അദ്ദേഹം തിരുവനന്തപുരത്തോ എറണാകുളത്തോ ആണെന്നാണ് സൂചന. ലൈംഗിക ആരോപണ കേസ് വന്നപ്പോൾ മുകേഷിന്റെ രാജിക്കായി സമ്മർദ്ദം ഉയർന്നു വന്നപ്പോൾ പാർട്ടി അദ്ദേഹത്തെ സംരക്ഷിക്കുകയായിരുന്നു. ഇതാണ് നമ്മൾ കണ്ടത്. പരാതിക്കാരി ആരോപിക്കുന്ന കുറ്റങ്ങൾക്ക് വ്യക്തമായ തെളിവുകൾ ഉണ്ടെന്നായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറഞ്ഞത്. ഡിജിറ്റൽ തെളിവ് ഉൾപ്പെടെയുള്ളവ MLAക്കെതിരായ കുറ്റം തെളിയിക്കുന്നതാണെന്നാണ് പോലീസ് വാദം. വാട്സപ്പ് ചാറ്റ്, ഇമെയിൽ സന്ദേശം എന്നിവയ്ക്ക് പുറമെ സാഹചര്യ തെളിവുകളും സാക്ഷി മൊഴികളും ലഭിച്ചിട്ടുണ്ടെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് MLAക്കെതിരായ പീഡന പരാതിയിലെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. താരസംഘടനയായ അമ്മയിലെ അംഗത്വം വാഗ്ദാനം ചെയ്ത് പല സ്ഥലങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചെന്നാണ് നടിയുടെ പരാതി. നാടകമേ ഉലകം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ മുകേഷ് കയറി പിടിക്കുകയായിരുന്നുവെന്നും അവർ ആരോപിക്കുന്നു. കേസിൽ നേരത്തെ നടന് മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു. അതേസമയം CPM സംസ്ഥാന സമ്മേളനം പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്തു. പോരാട്ടങ്ങളിലൂടെയും ഐതിഹാസികമായ സമരത്തിലൂടെയുമാണ് കേരളത്തിൽ പാർട്ടി വളർന്നതെന്ന് പ്രകാശ് കാരാട്ട് പറഞ്ഞു. പാർട്ടി നയം നടപ്പാക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നത് കേരള ഘടകമാണ്. സീതാറാം യെച്ചൂരിയുടെയും കോടിയേരി ബാലകൃഷ്ണന്റെയും മരണം പാർട്ടിക്ക് നികത്താനാകാത്ത നഷ്ടമാണ്. CPM കേരള ഘടകം രാജ്യത്തെ തന്നെ കരുത്തുറ്റതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ്, ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, Iron Build, Gujarat.